ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെയും സൃഷ്ടിക്കപ്പെടാത്തവരും പിതാവുമായ സത്യദൈവമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടവരും മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സർവ്വം നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൗലോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം നൽകുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ചെയ്തു. ജീവിക്കുന്നവരെയും മരിച്ചവരിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീടുകളും അവിടുത്തെ രാജ്യത്തെ അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവകർത്താവും പിതാവിന്റെ പുത്രനും എടുക്കുന്നവരും പിതാവിനോട് പുത്രനോടും ആരാധിക്കപ്പെടുവാനും സ്തുതിക്കപ്പെടുവാനും പ്രവചനങ്ങളോട് സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധ സ്ഥാപനത്തിലും അപസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെയും മരണങ്ങളുടെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരനെ പ്രതിഷ്ഠാന പ്രാർത്ഥനയിൽ നാം ഇപ്പോൾ പങ്കുചേരുന്നു. ദൈവമേ, സഭയെ സദാ വിശദീകരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുനാമത്തെ സാഘോഷ സ്തുതികളാൽ വാഴ്ത്തി പുകഴ്ത്തുക സമുചിതമാണല്ലോ. എന്നാൽ അങ്ങയെ ഭക്തിപൂർവ്വം ആരാധിക്കുന്നതിനും അങ്ങയെ തിരുവചനത്താൽ പ്രബുദ്ധരാകുന്നതിനും ഉദാസ സ്വീകരണത്താൽ പരിപൂജിതരാകുന്നതിനുമായി സജ്ജമാക്കിയിരിക്കുന്ന ഈ പ്രാർത്ഥനാലയം അങ്ങേ വിശ്വാസികൾ ആഘോഷപൂർവ്വം അങ്ങേക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു സ്വന്തം രക്തത്താൽ സഭയെ വിശദീകരിക്കുകയും തന്റെ മഹത്വ പൂജയായ മണവാട്ടിയും നിഷ്കളങ്കയായി വിരാജിക്കുന്ന വിശ്വസ്ത കന്യകയും ദൈവാനുഗ്രഹ ശക്തിയാൽ ധന്യയായ അമ്മയുമാക്കി തീർത്തു. ആ വിശുദ്ധ സഭയുടെ പ്രതിരൂപമാണല്ലോ ഈ ദേവാലയം. കർത്താവേ, അങ്ങയുടെ മുദ്രത്തോട്ടമാകുന്ന സഭ ലോകമാകെ പടർന്ന് ശാഖകളോടും സ്വർഗം വരെയുള്ള ശിഖരങ്ങളോടും കൂടെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നുവല്ലോ. മനുഷ്യരുടെ വസിക്കുന്ന ദിവ്യ കൂടാരവും സജീവ ശിലകളാൽ നിർമ്മിതവും അപ്പോസ്തലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലും യേശുക്രിസ്തുവാകുന്ന മൂലത്തിന്മേലും നിർമ്മിതമായ സഭ സൗഭാഗ്യപൂർണ്ണ അതുൽകൃഷ്ടമായ ഈ സഭ മലമുകളിൽ സ്ഥാപിതമായ നഗരം പോലെ സർവ്വലോകത്തിനും ദൃശ്യമാണല്ലോ. ഈ സഭ കുഞ്ഞാടിന്റെ ദീപത്താൽ പ്രകാശിതവും വിശുദ്ധരുടെ സ്തോത്രഗീതാലാപനത്താൽ മുഖരിതവുമാകുന്നു. ആകയാൽ താഴ്മയോടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയവും ബലിപീഠവും അങ്ങയെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ചൊല്ലിലും പവിത്രമാക്കണമേ. ഈ സ്ഥലമെന്നും പരിശുദ്ധമായി പരിരക്ഷിക്കട്ടെ. ഈ ബലിപീഠം എക്കാലവും ക്രിസ്തുവിന്റെ ആകാരപ്പെടുന്നത് പര്യാപ്തമായ ദിവ്യവേദിയായി നിലനിർത്തുവാൻ കഴിയണമേ. പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഇവിടെ നിന്ന് നിർവഹിക്കുന്ന പ്രസാദധാരയാൽ പാപക്കാരിൽ നിന്ന് മോചിതരായി പാപത്തിൽ മരിച്ച് പുതുജീവൻ പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ഈ ബലിപീഠത്തിന് ചുറ്റും വന്നണിഞ്ഞിരിക്കുന്ന വിശ്വാസികൾ പെസഹാ ദിവ്യരഹസ്യം ആഘോഷിക്കുവാനും ക്രിസ്തുവിന്റെ തിരുവചനവും തിരുശരീരവും ഉൾക്കൊണ്ട് ശക്തി ആർജിക്കുവാനും ഇടയാക്കുമാറാകട്ടെ. ഇവിടെ അർപ്പിക്കപ്പെടുന്ന സ്തോത്രയാഗം അങ്ങേക്ക് എന്നും സ്വീകാര്യമാകട്ടെ. മാനവരേവരും മാലാഖമാരോട് ചേർന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ലോകരക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമേ. ഇവിടെ പാവപ്പെട്ടവർക്ക് കാരുണ്യവും ബാധിതർ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും കണ്ടെത്തുമാറാകട്ടെ. എല്ലാ മനുഷ്യരും അങ്ങേ മക്കളുടെ മഹത്വം അണിഞ്ഞ് സന്തോഷമാനസിനായി സ്വർഗീയ ജെറുസലേമിലെത്തുകയും ചെയ്യുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുകയും നാം ഇപ്പോൾ
ബലിപീഠത്തിൽ തൈലാഭിഷേകം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ എളിയ ശുശ്രൂഷയാൽ അഭിഷേകിക്കപ്പെടുന്ന ഈ യാഗപീഠവും ദൈവാലയവും കർത്താവ് സ്വശക്തിയാൽ പ്രവർത്തീകരിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിനെ സഭയിലെ ദിവ്യരഹസ്യം ദൃശ്യ അടയാളങ്ങളാൽ പ്രകാശിതമാകട്ടെ.